നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പുത്രനായ ദൈവത്തിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് യാതൊരു കുറവുമില്ലാതെ കർത്താവ് നിരന്തരം വർഷിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ വലിയ കരുണ. ആ കരുണ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. ആ കരുണ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അത് ഒരുമിച്ച് പോകുന്നതാണ്. ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലം എന്ന പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ കരുണ ലഭിക്കുക. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. പിന്നെ അവൻ ഗലീലിലെ ഒരു പട്ടണമായ കഫർനാമിൽ എത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശ്വാസിച്ച് പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് നസ്രത്തിലെ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം കഫർനാമിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യേശുവിൻ്റെ സ്വന്തം നാട്ടുകാർ യേശുവിനെ തിരിച്ചറിയാതെ പോകുന്ന നിമിഷങ്ങൾ, യേശു ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ യേശുവിൻ്റെ വചനങ്ങളിൽ അസ്വസ്ഥരായി അവനെ അവിടെ നിന്ന് പുറത്താക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്നുണ്ട്, ഒരു പ്രവാചകന് സ്വന്തം നാട്ടിൽ അവമതിക്കപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവിനെ ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ അവൻ്റെ വചനങ്ങളിൽ അസ്വസ്ഥരായി പൂർണ്ണമായും യേശുവിനെ തങ്ങളുടെ ഇടയിൽ നിന്നും പുറത്താക്കുന്ന യേശുവിൻ്റെ നാട്ടുകാർ, എന്നിട്ട് പറയാൻ അവനെ വധിക്കാൻ പോലും അവർ തയ്യാറായി എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. എന്നാൽ കഫർനാമിലേക്ക് അവർ കടന്നു വരുമ്പോൾ ആ ചിത്രമെല്ലാം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അവൻ്റെ ഓരോ വാക്കിൻ്റെയും ശക്തി അവർ തിരിച്ചറിഞ്ഞു. എന്ത് അധികാരത്തോടു കൂടിയാണ് ഇവൻ നമ്മോട് സംസാരിക്കുന്നത്! അവർ ആകെ വിസ്മയഭരിതരായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നതും അത് തന്നെയാണ്. ആ വചനം അത് അധികാരത്തോടു കൂടെ നൽകപ്പെട്ട വചനമാണ്. അതിനാൽ തന്നെ ഇന്നും കർത്താവിൻ്റെ വചനം വായിക്കുന്ന നമുക്കോരോരുത്തർക്കും അത് അനുഭവിക്കുവാൻ സാധിക്കും. പലപ്പോഴും ചില വചനങ്ങളായിരിക്കാം ഓരോ വ്യക്തിയെയും പുതിയൊരു മാറ്റത്തിലേക്ക് നയിക്കുക. പല വിശുദ്ധരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം പങ്കുവച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ട്. കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളിൽ ആ വചനം കേൾക്കുന്ന മാത്രമേ തന്നെ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റം സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ ആ വിശുദ്ധർ പിന്നെ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിലേക്ക്
മാറുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുവരെ ഉണ്ടായിരുന്ന പഴയ മനുഷ്യനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുന്നു, പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നു. പഴയകാല ജീവിതത്തിലെ പാപകരമായ ഒത്തിരിയേറെ അവസ്ഥകൾ അവരെ തളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ പുതിയൊരു ഉണർവോടുകൂടെ പുതിയൊരു വ്യക്തിയായി തീരുവാൻ അവർക്ക് സാധിച്ചു. അതാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് തൻ്റെ വചനം അവർക്ക് പകർന്നു നൽകിയപ്പോൾ അത് കേട്ടിരുന്ന ശ്രോതാക്കൾക്ക് പോലും തോന്നി, എന്തൊരു അധികാരത്തോടു കൂടിയാണ് ഇവനിത് സംസാരിക്കുന്നത്. നമ്മുടെ ഗുരുക്കന്മാർ നമ്മോട് കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കാറുണ്ട്, ആ വചനങ്ങളെ വ്യാഖ്യാനിച്ച് നൽകാറുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും ഇതുപോലെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. എമാവുസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാരുടെ ജീവിതത്തിലും കർത്താവ് തൻ്റെ വചനം പങ്കുവയ്ക്കുന്ന വേളയിൽ അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അതാണ്. എല്ലാവരുടെയും ഹൃദയങ്ങളെ തൊടുവാൻ അതിന് സാധിക്കും. നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാൻ അതിന് സാധിക്കും. നമ്മുടെ ഹൃദയത്തിന് ഒരു മാറ്റം സംഭവിക്കുവാൻ കർത്താവിൻ്റെ വചനം ഇടയാകും. പ്രിയമുള്ളവരെ, അതിനാൽ തന്നെ കർത്താവിൻ്റെ പ്രബോധനങ്ങൾ കേട്ടിരുന്ന അവരോരോരുത്തരും വളരെ വിസ്മയഭരിതരായിട്ട് മാറി. ആ നിമിഷമാണ് ആ ദേവാലയത്തിൽ അല്ലെങ്കിൽ ആ സിനഗോഗിൽ ഉണ്ടായിരുന്ന അശുദ്ധാത്മാവ് ബാധിച്ച ആ വ്യക്തി ഉറക്കെ നിലവിളിച്ച് പറയുന്നത്, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. പ്രിയമുള്ളവരെ, നസ്രത്തിൽ നിന്നും കർത്താവിനെ പുറത്താക്കിയ ഒരു സാഹചര്യത്തിൽ ഇത് നടക്കുമ്പോൾ ഈ ഒരു വചനഭാഗത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നസ്രായനായ യേശുവിനെ നസ്രത്തുകാർക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാതിരുന്നപ്പോൾ ഇവിടെ കഫർനാമിലെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിക്ക് നസ്രായനായ യേശു ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. പ്രിയമുള്ളവരെ, ഒരു അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയാണ് ഇവിടെ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക. പിശാചുക്കൾക്ക് പോലും ഭയമായിരുന്നു യേശുവിൻ്റെ സാന്നിധ്യം. നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം മറ്റുള്ളവരെ നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തിനാണ് നീ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണോ നീ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക എന്താണ്? കർത്താവിൻ്റെ വചനത്തിന് പിശാചുകളെ പോലും പുറത്താക്കുവാനുള്ള ശക്തിയുണ്ട്. പിശാചുകളെ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള ശക്തി കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അതിനാൽ തന്നെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന ഏതൊരു അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിക്കും അവിടെ നിൽക്കുവാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവിൻ്റെ പ്രബോധനങ്ങൾ കേൾക്കുന്ന വേളയിൽ ആ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിക്കും സംഭവിക്കുന്നത് അതുതന്നെയാണ്. അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അശുദ്ധാത്മാവിന് ഭയമായി തുടങ്ങി, കർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ നിലനിൽപ്പില്ല. പ്രിയമുള്ളവരെ, അതുതന്നെയല്ലേ കർത്താവ് നമ്മോട് കാണിക്കുന്ന വലിയ കരുണയും. പിശാചിൻ്റെ പിടിയിൽ അവിടുന്ന് തിന്മയിലേക്ക് വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ കർത്താവ് നമുക്ക് കവചമായിട്ട് മാറുന്നു. അവിടുത്തെ വചനത്താൽ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കുന്നു. അവിടുത്തെ വചനത്താൽ നമ്മളെ ഓരോരുത്തരെയും നയിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം നമുക്ക് എന്നും സംരക്ഷണമാണ് എന്ന് തിരിച്ചറിയുക. ഇവിടെ ആ അശുദ്ധാത്മാവ് തിരിച്ചറിയുമ്പോൾ യേശുവിൻ്റെ മനസ്സിലൂടെയും ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാകാം, എൻ്റെ ജനത എന്നെ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഈ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിക്ക് എന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചല്ലോ. തുടർന്ന് യേശു അവനെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ വ്യക്തിയിലേക്കാണ് പിന്നീട് കർത്താവ് ശ്രദ്ധിക്കുന്നത്, അവനിലുള്ള അശുദ്ധാത്മാവിലേക്കല്ല, മറിച്ച് ആ വ്യക്തിയെ രക്ഷിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ കർത്താവ് അവനോട് പറയുകയാണ്, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. പ്രിയമുള്ളവരെ, ആ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെ കർത്താവ് സ്നേഹിക്കുന്നു.
അതുകൊണ്ട് തന്നെയാണ് അവനെ ബാധിച്ചിരുന്ന അശുദ്ധാത്മാവിനോട് നീ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട, അവനിൽ നിന്ന് പുറത്തു പോകുവാൻ കർത്താവ് ആജ്ഞാപിക്കുന്നത്. അവന് യാതൊരു ഉപദ്രവം കൂടാതെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവനെ തള്ളിയിട്ടുകൊണ്ടാണ് ആ പിശാച് അവിടെ നിന്ന് പോകുക. പ്രിയമുള്ളവരെ, പിശാചുകളുടെ മേൽ പോലും അധികാരമുള്ളവനാണ് കർത്താവ്. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പിശാചിന് പിന്നെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് തിരിച്ചറിയുക. കരുണാമയനായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പൈശാചിക ശക്തികൾക്ക് നമ്മെ തൊടുവാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുക. ഇന്ന് ദൈവികാരുണ്യമായി നമ്മുടെ മുമ്പിലേക്ക് അവിടുന്ന് കടന്നു വരുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ പൂർണ്ണമായ ആശ്രയബോധത്തോടെ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പൈശാചിക ശക്തികൾക്കും നമ്മുടെ മേൽ സ്ഥാനമുണ്ടായിരിക്കില്ല. നമ്മളിൽ നിന്ന് പൂർണ്ണമായും അതിന് പുറത്തു പോകേണ്ടി വരും. പ്രിയമുള്ളവരെ, അതിന് നമുക്കുണ്ടായിരിക്കേണ്ടത് വിശ്വാസമാണ്. കർത്താവ് അവനോട് ആജ്ഞാപിച്ചപ്പോൾ ആ അശുദ്ധാത്മാവ് അവനിൽ നിന്ന് പുറത്തുപോയി. അത് കാണുന്ന ജനം പോലും അത്ഭുതപ്പെട്ട് പറയുന്നു, എന്തൊരു വചനമാണിത്! കർത്താവിൻ്റെ നാവിൽ നിന്ന് കടന്നു വന്ന ആ വചനം, അത് എന്തൊരു വചനമാണ്, എത്ര ശക്തിയാണ് ഈ വചനത്തിനുള്ളത് എന്ന് കേട്ട ശ്രോതാക്കൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ അവിടുത്തെ ഒരു വചനം മാത്രം മതി. വചനത്താൽ നമ്മളെ വിശുദ്ധീകരിക്കുവാൻ അവിടത്തേക്ക് സാധിക്കും. അവിടുത്തെ വചനത്താൽ നമ്മളെ സൗഖ്യമാക്കുവാൻ അവിടത്തേക്ക് സാധിക്കും. അവിടുത്തെ വചനത്താൽ നമ്മളെ ഓരോരുത്തരെയും സ്വന്തമാക്കുവാൻ അവിടത്തേക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, അതാണ് വചനത്തിൻ്റെ ശക്തി. ഇന്ന് ദിവ്യഗാനനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ വേണ്ട കൃപ നമുക്ക് യാചിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി എന്നിലേക്ക് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വചനത്തിൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആ വചനം നമ്മളെ വിശുദ്ധീകരിക്കും, നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തും, നമ്മുടെ പൈശാചിക ശക്തികളിൽ നിന്നും പൂർണ്ണമായും കാത്തുരക്ഷിക്കും. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും അങ്ങയുടെ വലിയ കരുണ ചൊരിയണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്നും അങ്ങയുടെ ഒപ്പമായിരിക്കുവാനും അങ്ങയുടെ സ്വന്തമായി തീരുവാനും വേണ്ട കൃപ തരണമേ എന്ന് യാചിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം.